നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഹല്ലേലൂയ. അതാണ് പ്രിയ ദൈവജനങ്ങളെ നമ്മുടെ വിശ്വാസം. ദൈവം എന്നും നമ്മുടെ ദൈവമാകുന്നു, നാം എന്നും അവന്റെ മക്കളാകുന്നു. ഹല്ലേലൂയ. ആ വിശ്വാസമുള്ള ജനങ്ങൾ ദൈവത്തെ കരങ്ങളെ ഉയർത്തുന്ന മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ നഷ്ടങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ സകലവിധ ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നാലും നമ്മെ വഴി നടത്തുന്ന, നമ്മെ താങ്ങുന്ന ഒരു കർത്തൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ബഹുമാനപ്പെട്ട കർത്തദാസൻ പാസ്റ്റർ ലിനു പാസ്റ്റർ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നത്തെ ആരാധന ലീഡ് ചെയ്യുവാനൊക്കെ കർത്താവിന്റെ ദാസനെ ദൈവം പ്രയോജനപ്പെടുത്തി വരുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ പാസ്റ്റർ തോമസ് കുട്ടി അവർകൾ, അതുപോലെ സൗമ്യ ആന്റി, മറ്റേവരുടെയും സാന്നിധ്യത്തെ ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന കർത്തദാസനാണ് തോമസ് കുട്ടി പാസ്റ്റർ അവർകൾ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കർത്തദാസനുമായിരിക്കുവാനൊക്കെ കർത്താവ് എന്നെ ഇടയാക്കി. അന്ന് ആ അവസരങ്ങളിലെ നിമിഷത്തേക്ക് ഓർത്ത് ഞാൻ കർത്താവിന്റെ മഹത്വം കരയേറ്റുകയാണ്. നിങ്ങൾ അധികം എന്നെ സ്നേഹിക്കുകയും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ നാളുകളിലും അത് മനസ്സിലാക്കുവാനൊക്കെ ഇടയാക്കി. എന്റെ ഗ്രാജുവേഷൻ നാളുകളൊക്കെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന എനിക്ക് കോട്ടയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വിലയേറിയ ആ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവിന്റെ സാന്നിധ്യം നിന്നുകൊണ്ട് ചില വചനങ്ങൾ നിങ്ങളുമായി, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിയ ചില ചിന്തകളും ആലോചനകളും നിങ്ങളുമായി പങ്കുവെച്ച് വളരെ വേഗത്തിൽ ഞാൻ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ നമ്മോട് ഇടപെട്ട കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് ഇടപെടുക തന്നെ ചെയ്യും. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അതാണ് നമ്മുടെ ഉറപ്പ്. ഹല്ലേലൂയ. കാരണം ഞാൻ പറയാൻ കാര്യം, നമ്മുടെ ദൈവം കണ്ട കല്ലോ മണ്ണോ അല്ലെങ്കിൽ മരമോ കൊണ്ട് ജസ്റ്റ് വാർത്തുണ്ടാക്കി എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവമല്ല നാം ആരാധിക്കുന്ന ദൈവം. ആ വിശ്വാസമാണ് നമ്മെ ഇന്ന് ഈ ആരാധനയിൽ ഇത്രയും ജനത്തെ ഒരുമിച്ച് കൂട്ടിയിരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ച, നമ്മെ ഉരുവാക്കിയ, ഈ ലോകത്തിലെ സകലത്തെയും സൃഷ്ടിച്ച, മാനവരാശിയുടെ സകല പാപവും തന്റെ തോളിൽ ഏറ്റുകൊണ്ട് ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ജീവനുള്ള ജീവിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുവാൻ എന്ന് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. രാത്രികാലം ആ ഉറപ്പുള്ള ദൈവജനങ്ങൾ മൗനമായിരിക്കരുത്. യെസ്, നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് ഒരുപക്ഷെ സൂം മീറ്റിംഗിലാണ്, ഓൺലൈനിലാണ്, എങ്കിലും നാം ആയിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലാണ്. വേദവചനം നമ്മോട് പറയുന്നുണ്ട്, 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. 21ാം നൂറ്റാണ്ടിൽ നാം അധിവസിക്കുമ്പോൾ ഈ മീഡിയയൊക്കെ നമുക്ക് വളരെ ബ്ലെസ്സിങ് ആണ്. കാരണം ദൈവത്തിന്റെ വചനം ലോകത്തിന്റെ അറ്റത്തോളം എത്തുവാൻ ഈ മീഡിയയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മീഡിയയിലാണെങ്കിലും സൂമിലാണെങ്കിലും നാം ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കുവാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. ജീവനുള്ള ദൈവത്തെ, ജീവനുള്ള ദൈവജനങ്ങൾ ജീവനോടെ ആരാധിക്കുന്നതാണ് ജീവനുള്ള ദൈവത്തിന് ഇഷ്ടം. ആ ഒരു മൗനമായിരിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മഹനീയമായ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ മീഡിയ ആസ് എ മിഷൻ ഫീൽഡ് എന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു എന്റെ തീസിസിന് വേണ്ടി ഞാൻ എടുത്തിരുന്നത്. ഞാനിത് പറയാൻ കാര്യം, ഇന്ന് മീഡിയയിലൂടെ ഞാൻ കർത്താവിനെ ഉയർത്തുമ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മിഷൻ ആരംഭിച്ചു വെച്ചത് ദൈവമാണ്. ഞാൻ എന്റെ തീസിസ് ചെയ്യുന്ന സമയത്തൊക്കെ മിഷൻ എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ അല്ല, മിഷൻ ദൗത്യം എന്ന് പറയുന്നത് അത് ഏതൊരു മനുഷ്യന്റെയും അല്ല, അത് ദൈവം ആരംഭിച്ചു വെച്ചതാണ്. ഹല്ലേലൂയ. അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും കാലഘട്ടങ്ങൾ മാറി വന്നാലും ദൈവത്തിന്റെ ദൗത്യം അത് നിന്നു പോകാതെ തുറന്നുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. ഏത് ഗവൺമെന്റോ ഏത് നിയമമോ
പിശാചിന്റെ ഏത് തന്ത്രമോ ആ ദൗത്യത്തെ സ്റ്റോപ്പ് ചെയ്യുവാൻ നോക്കിയാലും ദൈവം തന്റെ ദൗത്യം അത് നിവർത്തിക്കും, അത് നിർവഹിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പീഡകൾ, പ്രശ്നങ്ങൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. ക്രിസ്തീയ ജീവിതത്തിന് മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ആത്മീയപരമായിട്ടും പീഡകൾ കയറി വരുന്നു. എന്താണ് കാര്യം? ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ഞാനത് വിരിച്ചു പറയുന്നതല്ല, ആരെയും വിധിക്കുവാൻ ആരും യോഗ്യരല്ല. പക്ഷേ നാം ലോകത്തിലേക്കൊന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിൽ നിന്ന് അസ്ട്രയായി പോകുന്ന ദൈവജനം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സാന്നിധ്യം മനസ്സിലാക്കി ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജീവിതം അത് ആത്മീയ ജീവിതത്തിന് അത് തടസ്സമാണ്. ഇന്ന് രാത്രികാലം ജനം മനസ്സിലാക്കണം, ദൈവജനം മനസ്സിലാക്കണം, നാം ആത്മീയത്തിൽ എത്രമാത്രം ദൈവത്തോട് അടുത്തു വരുന്നോ അത്രമാത്രം ദൈവത്തിന്റെ ബ്ലെസ്സിങ് നമ്മുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, നിങ്ങൾ എത്രമാത്രം ദൈവത്തോട്, വചനം പറയുന്നുണ്ട്, നാം ദൈവത്തിന് അരികിലേക്ക് എത്രമാത്രം ചേർന്നിരിക്കുന്നുവോ അത്രമാത്രം ദൈവം നമ്മോട് ചേർന്നിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ മഹനീയ സാന്നിധ്യത്തിൽ ദൈവത്തോട് ചേർന്നിരുന്ന് ഏവരുടെയും കാതുകളെ തുറന്ന് കർത്താവേ അടിയനോട് സംസാരിക്കണമേ. എന്റെ വാക്കുകളെ ആരും ശ്രദ്ധിക്കേണ്ട, എന്റെ ഭാഷയോ എന്റെ ഒരുപക്ഷെ തടസ്സങ്ങളോ ഒന്നും ആരും ശ്രദ്ധിക്കേണ്ട. ദൈവം എന്താണ് ഇന്ന് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദം എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവെ അടിയനോട് അരുളി ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ഞാൻ ഇന്ന് ഏവരോടും ആഹ്വാനം ചെയ്യുകയാണ്. ഇന്നത്തെ വചന ധ്യാനത്തിന് ആധാരമായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാമല്ലോ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ആരെങ്കിലും ഒരാൾക്ക് വായിക്കാമെങ്കിൽ കുറച്ച് വാക്യങ്ങൾ വായിക്കാനുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവചനമാണ് നാം വായിച്ച് കേൾക്കുന്നിടയായി തീർന്നത്. വളരെ സുപരിചിതമായ വേദഭാഗമാണ്. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളൊക്കെ നാം കേട്ടിട്ടുണ്ട്, ആലോചനകൾ നമ്മളിൽ നിന്നൊക്കെ പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ പരിശുദ്ധാത്മാവിന് ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാനുണ്ട്. അത് എന്തെന്ന് കേൾക്കുവാൻ നമ്മുടെ കാതുകളെ കൂർപ്പിക്കാമല്ലോ. ഈ വേദഭാഗത്തിൽ 3 സന്ദർഭങ്ങളെ, 3 സാഹചര്യങ്ങളെ അവിടെ കാണിച്ചു തരുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അതായത് നമുക്കതിനെ പാസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പ്രസന്റ്, അതുപോലെ ഭാവിയിൽ നാം എങ്ങനെ ആയിരിക്കണം, അതിന്റെ ഫ്യൂച്ചർ. ഇങ്ങനെ 3 കാര്യങ്ങളെ ഒറ്റ വാക്യത്തിൽ വളരെ വ്യക്തമായി വിവരിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അത് നാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ഓട്ടക്കളത്തിൽ അല്ലെങ്കിൽ ഒരു സ്പോർട്സിലൊക്കെ പറയുന്ന സംസാരിക്കാറുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ അവസാനം നിർത്തുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഓട്ടം അത് സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. സാധാരണ ഒരു വ്യക്തി ഈ വചനം വായിക്കുമ്പോൾ, ഒരു പെരിഫറലി ചുമ്മാ ഒരു വാക്യം എന്ന രീതിയിൽ ഈ വാക്യം വായിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിന് വലിയൊരു ഹോപ്പ് കൊടുക്കുന്ന ഒരു വാക്യമാണിത്. സാധാരണയായി വെറുതെ വായിക്കുമ്പോൾ ഇത്തരത്തിൽ പല കാര്യങ്ങൾ ഈ വചനത്തിൽ പറയാനുണ്ടെങ്കിലും ഒരു അഭിഷക്തനെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വേദവചനം വായിക്കുമ്പോൾ ഒരു വലിയ മർമ്മം പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു മർമ്മത്തിന്റെ വാക്കാണ്: നിന്റെ ഓട്ടം വെറുതെ ഓടുക എന്നുള്ളതല്ല. ഹല്ലേലൂയ. നിന്റെ ഓട്ടം അത് സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തയും അത് തന്നെയാണ്. നമ്മുടെ ഓട്ടം അത് സ്ഥിരതയുള്ളതായിരിക്കണം. ആമേൻ പറയൂ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന്റെ നാം വലിയ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ വളരെ ചെറിയ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ള ചില വാക്കുകളാണ് വിശ്വാസം അല്ലെങ്കിൽ സ്ഥിരത എന്നുള്ളതൊക്കെ. ഇത് നമ്മൾ കേട്ട് തഴമ്പിച്ചു കഴിയുമ്പോൾ അതിന്റെ ആ അന്തസത്തയെ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്, അതിൽ ആഹവത്തോടെയാണോ കേൾക്കുന്നത് എന്നൊക്കെ നാം ഇന്ന് രാത്രി വിചിന്തനം ചെയ്യണം. നമ്മുടെ ഓട്ടം അത് സ്ഥിരതയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ഈ വേദഭാഗം നാം മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കുമ്പോഴാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഓട്ടം സ്ഥിരതയാകണം എന്നൊക്കെ നാം വെറുതെ പെരിഫറലി പറഞ്ഞെങ്കിലും ഈ ഒരു സന്ദർഭം, ഇത് പറയുവാനുള്ള സന്ദർഭം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ത് ഓട്ടമാണ് സ്ഥിരതയോടെ ഓടേണ്ടതെന്നുള്ളത്. എബ്രായർക്ക് ലേഖനം എഴുതിയ ലേഖകനെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ പൗലോസ് ആണെന്ന് പരമ്പരാഗതമായി നമ്മൾ അനുമാനിച്ചു വരുന്നുണ്ട്.
അല്ല എന്ന് പറയുന്ന വാദങ്ങളുമുണ്ട്. എങ്കിലും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു വേദഭാഗങ്ങൾ ദൈവജനത്തോട് ദൈവശ്വാസീയമായി സംസാരിച്ച വചനങ്ങളാണ്. അതുകൊണ്ട് ലേഖകനല്ല ഇവിടെ പ്രാധാന്യം. പലപ്പോഴും പല വാദങ്ങളൊക്കെ ആയിട്ടുണ്ട് ലേഖകനെ കുറിച്ചുള്ള ചിന്തയൊക്കെ. പക്ഷെ അതിലുപരിയായി വേദവചനം ദൈവശ്വാസീയമായതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ വാക്ക് അത് ശക്തമായി ദൈവസഭയോട് സംസാരിച്ച ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. മാത്രമല്ല, ഇവിടുത്തെ ലേഖകൻ എഴുതിയ, അല്ലെങ്കിൽ ഇത് ആർക്കു വേണ്ടി എഴുതി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ലേഖകൻ എഴുതിയത് ഒരു കൂട്ടം ജനം ദൈവത്തിന്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവിനായി കാത്തിരുന്ന ഒരു ജനത്തിന് വേണ്ടി എഴുതിയതായിരുന്നു. എന്നാൽ എന്ത് പറ്റിയെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ വരവിനായി കാത്തിരുന്ന ജനത്തിന്റെ ഉള്ളിൽ ക്ഷീണം തട്ടി. എങ്ങനെ? ജനത്തിന്റെ ഉള്ളിൽ ക്ഷീണം തട്ടി. യേശു അവർ ആഗ്രഹിച്ച സമയത്ത്, അല്ലെങ്കിൽ അവർ നനച്ച സമയത്ത് യേശു വന്നില്ല. വളരെ വാഞ്ചിയോടിരുന്ന ജനമാണ്, വളരെ ആഗ്രഹിച്ച ജനമാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കിയ ജനമാണ്, ദൈവം ആരാണെന്ന്, യേശു ആരാണെന്ന് അടുത്തറിഞ്ഞ ജനമാണ്. പക്ഷേ അവർ ആഗ്രഹിച്ച, അവരുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ചില കാര്യങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ, അവരുടെ ഓട്ടത്തിൽ അവർക്ക് ക്ഷീണം ഭവിച്ചു. ഹല്ലേലൂയ. വളരെ ശക്തമായി ലേഖകൻ വിളിച്ചു പറയുകയാണ് അവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓട്ടം ഇങ്ങനെ അസ്ഥിരതയിൽ ഓടേണ്ടതല്ല പ്രിയ ദൈവജനങ്ങളെ. നമ്മുടെ ഓട്ടം അത് സ്ഥിരതയോടെ ഓടേണ്ടതാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷീണം തട്ടിയ ജനത്തോട് പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. എങ്ങനെ? വിശ്വാസം കുറഞ്ഞുകൊണ്ടിരുന്ന ജനം. ഇവിടെ നോക്കി പറയുകയാണ്, പ്രിയ ജനങ്ങളെ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ഓരോ വാക്കുകൾ ഇങ്ങനെ എടുത്തെടുത്ത് വായിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം വളരെ വ്യക്തമായി മനസ്സിലാകും. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം അത് പൗലോസ് എഴുതുമ്പോൾ ഒരു പ്രോലോഗ് അവിടെ കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്റെ പേരോ ഒന്നും അവിടെ കൊടുത്തില്ല. കാരണം ഇത് ജനങ്ങൾ ഞാൻ എഴുതിയെന്നോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ ദൈവം എന്താണ് ജനങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ജനം അറിയണമെന്ന് മാത്രമേ അവിടെ പൗലോസ് ആഗ്രഹിച്ചുള്ളൂ. മറ്റു ലേഖനമൊക്കെ എഴുതുമ്പോൾ സുവിശേഷകൻ അല്ലെങ്കിൽ പല സവിശേഷതകളൊക്കെ വെച്ചുകൊണ്ട് അവിടെ എഴുതുകയുണ്ടായി, അത് ആർക്ക് എങ്ങനെ എഴുതി എന്നുള്ളതിനെ കുറിച്ച്. ഇവിടെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്രിസ്തുവിലായി തീരുക എന്നുള്ളതാണ് ഏതൊരു അഭിഷക്തന്റെയും ആഗ്രഹം. അത് തന്നെയാണ് ഇവിടെ ലേഖകനും ചെയ്തത്. നമ്മുടെ ജീവിതം അത് ക്രിസ്തുവിലാകണം, അത് സ്ഥിരതയോടെ ആകണം എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ പശ്ചാത്തലം. ഹല്ലേലൂയ. ജനം വളരെ ഉള്ളിൽ ക്ഷീണം തട്ടി അവർ മടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ലേഖകൻ എഴുതുകയാണ്, നമ്മുടെ ജീവിതം അത് സകല ഭാരവും നിറഞ്ഞതാണ്, പാപങ്ങൾ നിറഞ്ഞതാണ്, എങ്കിലും നമ്മുടെ ഓട്ടത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകുക എന്നുള്ളത്. എന്നാൽ ക്രിസ്തീയ ഓട്ടക്കളം ഓടുമ്പോൾ ക്ഷീണം തട്ടുക തന്നെ ചെയ്യും. ക്ഷീണം തട്ടാതെ ഓടുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. എങ്കിലും ഇവിടെ ലേഖകൻ പറയുന്നുണ്ട്, നമ്മുടെ ഓട്ടം അത് എത്ര തന്നെ ക്ഷീണത്തോടെ ആണ് എങ്കിലും നാം ആരെ നോക്കി ഓടണം എന്നുള്ളതും ലേഖകൻ അവിടെ വിവരിച്ച് പറയുന്നുണ്ട്. താഴെ വായിക്കുമ്പോഴൊക്കെ അത് പിന്നാലെ നമുക്ക് ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, സകല ഭാരവും നീ മറന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ഭാരങ്ങളെ ചുമന്ന ക്രിസ്തുവിനെ ധ്യാനിച്ച് ക്രിസ്തുവിന്റെ അരികിൽ, ക്രിസ്തുവിനോട് ചേർന്ന് ഓട്ടം ഓടുക എന്നാണ് ഇവിടെ വേദവചനം ഓർപ്പിക്കുന്നത്. വളരെ പ്രാരംഭത്തിൽ തന്നെ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓർപ്പിക്കുന്നുണ്ട്, നമ്മുടെ ഓട്ടം സ്ഥിരതയുള്ളതായിരിക്കണം. കഴിഞ്ഞില്ല, നമ്മുടെ ഓട്ടം അത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഓട്ടം അത് സ്ഥിരതയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടം അത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടക്കാരെ നോക്കുമ്പോൾ അവരെല്ലാവരും ഒരുപോലെ ഫിനിഷിംഗ് ലൈൻ എത്തുന്നവരല്ല. അവരുടെ എല്ലാവരുടെയും പരിശ്രമവും ഒരുപോലെയല്ല. എന്നാൽ ഫോക്കസോടെ ഓടുന്നവൻ, അവൻ ടൈമിംഗ് വളരെ വേഗത്തിൽ തീർക്കുവാനായിട്ട് അവൻ കാംക്ഷിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഇതിന്റെ സാരം ഇത്രമേ ഉള്ളൂ. ഇവിടെ ലേഖകൻ സൂചിപ്പിച്ചിരിക്കുന്ന ഓട്ടം അത് സാധാരണ ഓട്ടമല്ല. നമ്മൾ പഠിക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വേദവചനത്തിൽ ഓർപ്പിച്ചിരിക്കുന്ന ഓട്ടം അത് ലൈക്ക് ഒരു മാരത്തൺ ഓട്ടമാണ്. ഒരു മാരത്തൺ ഓട്ടം. മാരത്തൺ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. ഒരു ലോങ് ടേം അല്ലെങ്കിൽ ലോങ് ജേർണി റണ്ണിങ് ആണ് ഈ മാരത്തൺ ഓട്ടം എന്ന് പറയുമ്പോൾ. ഹല്ലേലൂയ. ഒരു ക്രിസ്തീയനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്തുവിനെ അറിഞ്ഞ
ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചോളം നമ്മുടെ ഓട്ടം അത് വളരെ ലോങ് വിഷൻ ഉള്ളതാണ്, വളരെ ലോങ് ആണ്. പക്ഷേ എത്രയും വേഗം ആ ഓട്ടം ഓടി തീർക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യനെ സംബന്ധിച്ചോളം ആഗ്രഹം, അവന്റെ വാഞ്ച എന്നുള്ളത്. ഹല്ലേലൂയ. അത് എങ്ങനെ ഓടണം? നമ്മുടെ ഓട്ടം അത് ഇടയ്ക്ക് നിർത്തി ഓടേണ്ടതല്ല. നമ്മുടെ ഓട്ടം അത് സ്ഥിരതയോടെ ഓടണം. മാരത്തോൺ ഓട്ടത്തിൽ നമുക്കറിയാം, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണമേ. മാരത്തോൺ ഓട്ടത്തിൽ അറിയാം, നമ്മുടെ ഓട്ടം അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആവേണ്ടതല്ല. വളരെ സാവധാനത്തിൽ അവൻ ഓടി തുടങ്ങിയെങ്കിലും ഫിനിഷിംഗ് പോയിന്റ് എത്തുമ്പോൾ അവന്റെ ഓട്ടം അവനത് കൂട്ടുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ ഓടുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഓട്ടം അത് എങ്ങനെ ഓടിയെങ്കിലും നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ നാം ക്രിസ്തുവിനെ നോക്കി, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം അത് ക്രിസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഓടേണ്ടുന്ന ഓട്ടമായിരിക്കണം. ലോകത്തിൽ ഡിസ്ട്രാക്ട് ആയി പോകരുത്. പലരും കാണും, പലരും അവിടെ അത് ഇതൊക്കെ പറഞ്ഞെന്ന് വരാം. പക്ഷേ നമ്മുടെ ഓട്ടം അത് സ്ഥിരതയുള്ളതായിരിക്കണം. ക്രിസ്തുവിൽ നോക്കി ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമാക്കി ഓടേണ്ടുന്ന ഓട്ടമായിരിക്കണം നമ്മുടെ ഓട്ടം. ഹല്ലേലൂയ. എത്ര പേർക്ക് എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ മനസ്സിലാക്കുന്ന ദൈവജനങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഓട്ടം അത് സ്ഥിരതയോടെ ഓടുക. ഒരുമിച്ച് ചേർന്ന് പറയാമോ? സ്ഥിരതയോടെ ഉള്ള ഓട്ടം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലേഖകൻ അവിടെ എഴുതുമ്പോൾ, ഇനി സ്ഥിരതയോടെ ഉള്ള ഓട്ടത്തിൽ എഴുതുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതി, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. കഴിഞ്ഞ ദിവസമൊക്കെ ഈ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായി, ഇനി ലേഖകൻ തെറ്റിയതായിരിക്കുമോ? പാപമല്ലേ മനുഷ്യന്റെ ഓട്ടത്തെ വലിയ രീതിയിലൊക്കെ തടസ്സപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് സകല ഭാരമെന്ന് ലേഖകൻ എഴുതിയതെന്ന്? പക്ഷെ അല്ല, റിയലി പാപത്തേക്കാൾ മനുഷ്യനെ ഓട്ടത്തിൽ തളർത്തുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ ഭാരം. ഡിപ്രഷൻ, ആൻസൈറ്റി, ചിന്താകുലങ്ങൾ, പലതിനെയും ചൊല്ലിയുള്ള ചിന്താകുലങ്ങൾ. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തെ നമ്മെ തളർത്തിക്കളയുന്ന, നമ്മുടെ ഓട്ടം സ്ഥിരത അല്ലാതെ ആക്കുന്ന സകല ഭാരവും. ഹല്ലേലൂയ. ലേഖകൻ ശക്തമായി പറയുകയാണ്, ക്രിസ്തീയ വിശ്വാസിയെ, ക്രിസ്തുവിനെ നോക്കി ഇറങ്ങിയ ദൈവ പൈതലെ, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുമ്പോൾ ഈ സകല ഭാരം അത് നമ്മുടെ മേൽ കിടപ്പുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രിയിൽ ആ സകല ഭാരത്തെ ഇറക്കി വെച്ച് ക്രിസ്തുവിലേക്ക് നോക്കിയേ. ഹല്ലേലൂയ. ശക്തമായി പറയുകയാണ്, ക്രിസ്തുവിനെ നോക്ക്. നമുക്ക് താഴോട്ട് വായിക്കുമ്പോഴൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 3-ാം വാക്യം ഒരാൾക്ക് വായിക്കാമല്ലോ. 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. മതി. ഹല്ലേലൂയ. ഇവിടെയാണ് ക്രിസ്തുവിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ക്രിസ്തു എന്താണ്? ക്രിസ്തുവിന്റെ സകല ഭാരവും, ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിന് ആയിരിക്കണമെന്ന സകല മാനവും സകല ബഹുമാനങ്ങളെയും അവൻ വെടിഞ്ഞു. നമ്മുടെ സകല ഭാരവും അവൻ ചുമന്നു. നമ്മുടെ ഉള്ളിൽ ഭാരമേറി ഓടുകയാണ്. ഓട്ടം ഓടാൻ സാധിക്കുമോ? എനിക്ക് ഫിനിഷിംഗ് പോയിന്റ് എത്താൻ പറ്റുമോ? ഇങ്ങനെയുള്ള മനോഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ ആയി വരുമ്പോൾ നാം നോക്കേണ്ടുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. അത് മറ്റാരുമല്ല, ഈ ലോകത്തിലെ ധനവാന്മാരല്ല, ഈ ലോകത്തിലെ മഹാന്മാരല്ല. നാം നോക്കേണ്ടത് ഒരു വ്യക്തിയെ മാത്രമാണ്. അത് നമ്മുടെ സകല ഭാരവും പേറി മാനവരാശിയുടെ, മാനവ കുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരു ക്രൂശിൽ യാഗമായ എന്റെ യേശുവിനെ നോക്കി നമ്മുടെ ഓട്ടം അത് സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. പ്രിയരെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഭാരമുണ്ട്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് കടംഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വരും. എന്നാൽ സകല ഭാരത്തെയും നാം ഇറക്കി വെക്കണം. കർത്താവിൽ നാം ഇറക്കി വെക്കണം. കർത്താവിൽ നാം നോക്കി യേശു എന്താണോ ചെയ്തത്, അവന് ഭാരമില്ലെന്നല്ല, യേശു ക്രിസ്തുവിന് മനോവ്യസനം ഉണ്ടായില്ല എന്നല്ല. പക്ഷെ എങ്കിലും അവനൊരു ദൗത്യം ഉണ്ടായിരുന്നു. യേശുവിന്റെ ദൗത്യത്തിൽ അവൻ സ്ഥിരതയോടെ ക്രൂശോളം അന്ത്യത്തോളം അവൻ ആ ദൗത്യത്തിൽ തന്നെ നോക്കി, പിതാവിലേക്ക് തന്നെ നോക്കി അവൻ ഓട്ടം സ്ഥിരതയോടെ ഓടി. അതാണ് നമ്മുടെ മാതൃക. ഹല്ലേലൂയ. നാം മാതൃകയാക്കേണ്ടത് യേശുവിനെയാണ്, ഈ മനുഷ്യരെയല്ല. സ്ഥിരതയോടെ ഓടി തന്റെ ഓട്ടം പൂർത്തിയാക്കിയ യേശുവിനെ നോക്കി വേണം നമ്മുടെ ഓട്ടം ഈ നാളുകളിൽ നാം ഓടേണ്ടത്. ഹല്ലേലൂയ. പ്രിയ ദൈവജനങ്ങളെ, മനുഷ്യന് ഭാരമുണ്ടാകും, മനുഷ്യൻ വിളിച്ചപേക്ഷിക്കേണ്ടി വരും എന്നുള്ളത് അത് ഞാൻ പറഞ്ഞതല്ല, പ്രവചന പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പഴയ പുസ്തകത്തിൽ തന്നെ പ്രവചന പുസ്തകമായ സെഫന്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്, അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അതിരങ്ങളെ വരുത്തും. ഹല്ലേലൂയ. അപ്പോൾ ഈ കഷ്ടങ്ങൾ, ഈ ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്
അത് എന്തോ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഈ ചില തടസ്സങ്ങൾ കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടിയതോ ഒന്നുമല്ല. അത് നിർണയിക്കപ്പെട്ടതാണ്. ജനത്തിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അത് പലപ്പോഴും ഇങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ അത് തെറ്റില്ലെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ചിലപ്പോൾ ചില പ്രയാസ ഘട്ടങ്ങൾ വരുമ്പോഴാണ് ദൈവത്തിന്റെ ആ മുഖത്തെ കൂടുതൽ അന്വേഷിക്കുവാൻ ചിലപ്പോഴൊക്കെ നമുക്ക് പറ്റുന്നത്. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു പോയി, തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എങ്കിലും പരിശുദ്ധാത്മാവിൽ എന്നെ ഓർപ്പിക്കുകയാണ്. ചിലപ്പോൾ ചില പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ഈ ഭാരങ്ങൾ കയറുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ വിളിച്ചപേക്ഷിക്കേണ്ടി വരും. മറന്നവരും വിളിച്ചപേക്ഷിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും മറന്നിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കുകയാണ്, ആ ഭാരങ്ങൾ എത്ര തന്നെ ആണെങ്കിലും ആ ഭാരങ്ങളെ ഇറക്കി വെക്കുവാൻ ഒരു ചുമട് നമുക്കുണ്ട്. അത് യേശു ക്രിസ്തു പറയുകയാണ്, നിന്റെ സകല ഭാരവും നീ എന്റെ മേൽ വെച്ചുകൊള്ള, ഞാൻ അതിനെ ക്രൂശിൽ ചുമന്നതാ, നിന്റെ ഭാരം അത് എന്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് ഓർപ്പിച്ച യേശു കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമുക്ക് പലപ്പോഴും പ്രവചന പുസ്തകം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് പ്രവചിച്ച യോവേലിനെ അറിയാം. പലപ്പോഴും ഇത് നാം മറന്നു പോകാറുണ്ട്. അപ്പോൾ പ്രവചന പുസ്തകങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വിളിച്ചപേക്ഷിക്കേണ്ട നാളുകൾ വരും, നാം വിളിച്ചപേക്ഷിക്കണം. ഈ നാളുകളിൽ കർത്താവിൽ അധികമായി വിളിച്ചപേക്ഷിക്കുന്ന ഒരു നാളുകൾ, കർത്താവെ അങ്ങിലേക്ക് എന്റെ ഭാരങ്ങളെ ഇറക്കി വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും? ഒരു നിമിഷം എല്ലാ ഹൃദയങ്ങളും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ എന്റെ ഭാരത്തെ അങ്ങിലേക്ക് ഞാൻ ഇറക്കി വെക്കുകയാണ്. എന്റെ ഓട്ടത്തെ അസ്ഥിരപ്പെടുത്തുന്ന, എന്റെ ഓട്ടത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന സകല ഭാരത്തെയും ഇന്ന് രാത്രിയിൽ ഞാൻ ഇറക്കി വെക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. ഹല്ലേലൂയ. ഓർപ്പിക്കുകയാണ്, അടുത്തൊരു വലിയ മർമ്മമാണ് മുറുകെ പറ്റുന്ന പാപം. ഈ പാപത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പാപം എത്ര തന്നെ നാം അകന്ന് പോകാൻ നോക്കിയാലും ഈ പാപം വീണ്ടും നമ്മെ മാടി വിളിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു തവണ ഒരു പാപത്തിന് അടിമയായ വ്യക്തി എത്ര തന്നെ മാറണമെന്ന് ശ്രമിച്ചാലും അവനെ വീണ്ടും വീണ്ടും ഈ പാപം വീണ്ടും മാടി മാടി വിളിക്കും. അത് പാപത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ പലപ്പോഴും പാപത്തിനെ കുറിച്ച് ഒരു നിർവചനം പറയുമ്പോൾ ഞാൻ ഓർപ്പിക്കാറുണ്ട്, നാം എന്ത് ചെയ്യണമെന്ന് കർത്താവ് ചെയ്യണമെന്ന് പറഞ്ഞ് നാം ചെയ്യാതിരിക്കുന്നതും, നാം എന്ത് കർത്താവ് എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞത് നാം ചെയ്യുന്നതും, കർത്താവ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത് നാം ചെയ്യാതിരിക്കുന്നതുമാണ് പാപം. അപ്പോൾ ഈ പാപത്തിന്റെ ഒരു സവിശേഷതയാണ്, ഈ പാപം വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, മുറുകെ പറ്റിക്കൊണ്ടേയിരിക്കും. അത് നമ്മെ വിടുവാൻ, അത് വിട്ട് നമ്മളിൽ നിന്ന് മാറിപ്പോകാൻ പാപം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇന്ന് ദൈവപൈതലെ നാം ആഗ്രഹിക്കണം, എന്തിന്? സ്ഥിരതയോടെ എന്റെ ഓട്ടം ഓടണമെങ്കിൽ മുറുകെ പറ്റുന്ന പാപവും എന്റെ മേലിരിക്കുന്ന ഈ സകല ഭാരവും ഞാൻ ഇറക്കണം. എവിടെ? ക്രിസ്തുവിൽ നാം ഇറക്കണം. ഹല്ലേലൂയ. വിട്ടോടുക എന്ന് ഇവിടെ ഓർപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു വിട്ട് ഓടുക, അതിന്റെ ഒരു ശുദ്ധീകരണ പ്രോസസ്സാണ്. ഹല്ലേലൂയ. ഇവിടെ ആ ലേഖനം എഴുതുമ്പോൾ ഒരു പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു ഡേ ബൈ ഡേ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ സകല ഭാരങ്ങളെയും മുറുകെ പറ്റുന്ന പാപങ്ങളെയും ഇറക്കി വെച്ച് ഡേ ബൈ ഡേ ഒരു പ്യൂരിഫിക്കേഷൻ, ഒരു ശുദ്ധീകരണം നമ്മിൽ ഉണ്ടാകുവാൻ, ഉളവാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ മഹത്വപ്പെടുന്ന കർത്താവിനെ? എന്റെ ജീവിതത്തിൽ അതിനെ ആഗ്രഹിക്കും, ഞാൻ ആഗ്രഹിക്കുന്ന എത്ര പേർ പറയും? ആഗ്രഹിക്കുന്ന ദൈവജന കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശുദ്ധീകരണം അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ആവശ്യമായ കാര്യമാണ്. എന്തിന്? ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ. ക്രിസ്തുവിനെ നോക്കിയേ, ക്രിസ്തു സകലത്തെയും അവൻ ത്യജിച്ചു. പാപം വീണ്ടും വീണ്ടും അവനെയും അലട്ടി. ഹല്ലേലൂയ. 40 രാവും 40 പകലും യേശു കർത്താവ് ഉപവസിക്കുവാനായി കടന്നു ചെന്നു. ദൈവത്തോട്, പിതാവിനോട് അടുത്തിരിക്കുവാൻ കടന്നു ചെന്നു. എന്നാൽ പിശാച് വീണ്ടും വീണ്ടും വൺ ആഫ്റ്റർ വൺ എന്ത് ചെയ്തു? പിശാച് വീണ്ടും വീണ്ടും അവനെ അലട്ടി. എന്നാൽ അവിടെ നാം കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്ങനെ ആ മുറുകപ്പെടുന്ന പാപത്തെ യേശു ജയിച്ചു എന്നുള്ളത്. മറ്റൊന്നുമല്ല, അത് ദൈവ വചനത്തിന്റെ ശക്തിയാൽ അത്രേ യേശു ജയിച്ചത്. ഹല്ലേലൂയ. നമുക്കും ഇന്ന് ഉറപ്പോടെ പറയുവാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ ഏത് മുറുകപ്പെടുന്ന പാപം കടന്നു വന്നാലും ഈ വചനത്താൽ, ഈ വചനത്തിന്റെ ശക്തിയാൽ സകല പാപത്തെയും ഞാൻ ഇന്ന് ഛേദിക്കുമെന്ന് വിശ്വാസത്തോടെ ഉറപ്പോടെ പറഞ്ഞാട്ടെ. സകല മുറുകപ്പെടുന്ന പാപത്തെയും വിട്ട് നമ്മുടെ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യപ്രകാരം പറയുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതേ പ്രിയരെ, ഈ ലോകത്തിൽ
മറ്റു ഒന്നിനെ കൊണ്ടും ഈ ലോകത്തിലെ ഒരു വ്യക്തിയെ കൊണ്ടും നമ്മുടെ പാപത്തിന്റെ പരിഹാരമാകുവാൻ സാധിക്കുകയില്ല. നമ്മുടെ പാപത്തിന്റെ പരിഹാരം അത് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മാത്രമാണ്. ഇന്ന് രാത്രിയിൽ ഉറപ്പുള്ള ദൈവജനം, എന്റെ പാപം സകല രക്തവും സകല പാപത്തെയും യേശുവിന്റെ രക്തം പോക്കിയെന്ന് ഉറപ്പുള്ള ദൈവജനങ്ങൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശു അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കണം. ഹല്ലേലൂയ. മറഞ്ഞിരിക്കുന്ന മർമ്മം എന്താണ്? നാം വെളിച്ചത്തിൽ നടക്കണം. ഇരുളിൽ അധീനരായി പോകുന്നുണ്ടവരല്ല നാം. ഇരുളിന്റെ അധീനതയിൽ നടക്കേണ്ടുന്നവരല്ല നാം. നമ്മുടെ ജീവിതം അത് വെളിച്ചത്തിൽ നടക്കേണ്ടതാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ തേജസ് അത് നമ്മുടെ മേൽ ഉദിക്കുമ്പോൾ നമ്മിൽ ആ വെളിച്ചം എന്ത് ചെയ്യും? അത് പ്രതിബിംബമായി അല്ലെങ്കിൽ പ്രതിഫലിക്കും. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്ഥിരതയോടെ ഓടുവാൻ കാംക്ഷിക്കുന്ന ജനമേ, നമ്മിൽ ക്രിസ്തുവിന്റെ ആ പ്രകാശം, ക്രിസ്തുവിന്റെ ആ തേജസ് അത് നമ്മിൽ ഈ നാളുകളിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ആ ഒരു പ്രതിമയായി, ക്രിസ്തുവിന്റെ പ്രതിബിംബമായി ഈ നാളുകളിൽ നാം നിലകൊള്ളണം. അതിനായി നമുക്ക് വാഞ്ചിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ അവൻ ശക്തനാകുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ മടുത്തു പോകരുത് പ്രിയരെ. കാരണം നമ്മുടെ വിശ്വാസത്തിൽ മടുപ്പിക്കുവാൻ പിശാച് പല തന്ത്രങ്ങളും പല കാര്യങ്ങളും അവൻ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ലേഖകൻ ഓർപ്പിച്ച് പറഞ്ഞത് ആകയാൽ. ഹല്ലേലൂയ. അവിടെ ആകയാൽ എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു മർമ്മമുണ്ട്. സകല കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പേറി ആദ്യ നൂറ്റാണ്ടുകളിൽ ജനം പല പീഡകൾ അനുഭവിച്ചു. എങ്കിലും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സകല ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെയും നിന്റെ മേൽ ഉണ്ട് എങ്കിലും നീ ക്രിസ്തുവിനെ നോക്കിയേ. ഹല്ലേലൂയ. അവൻ വിശ്വാസത്തിന്റെ നായകനും അവൻ പൂർത്തി വരുത്തുന്നവനുമായവനാണ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന് ഭംഗം വരികയില്ല. ഹല്ലേലൂയ. നാം ആ വിശ്വാസം പ്രാപിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാട്ടെ, ഇത് എന്റെ അന്ത്യത്തിനല്ല, എന്റെ തകർച്ചയ്ക്കല്ല. എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ഭാരങ്ങളും വന്നാലും ഞാൻ യേശുവിൽ നോക്കും. യേശു എന്റെ അഭയസ്ഥാനമാണ്. യേശു എന്റെ കാര്യങ്ങളെ നിർവഹിക്കുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ പ്രിയ ദൈവജനങ്ങളെ. പലപ്പോഴും പ്രഖ്യാപിക്കുവാൻ പിശാച് നമ്മുടെ വായുകളെ പൂട്ടിക്കളയും. നാം പറയാതിരിക്കരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. പിശാചിനോട് നാം എതിർത്തു നിൽക്കണം. ഹല്ലേലൂയ. നാം എത്ര അകലാൻ ശ്രമിച്ചാലും എത്ര മാറാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും അവൻ മാടി വിളിക്കും. പക്ഷേ പിശാചിനോട് എതിർത്തു നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അവന് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുകയില്ല. യേശു ക്രിസ്തു മരുഭൂമിയിൽ വെച്ച് അവൻ പിശാചിനോട് എതിർത്തു നിന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശുവിന്റെ മുമ്പിൽ നിന്ന് അവൻ വിട്ട് ഓടിപ്പോയി. ഹല്ലേലൂയ. അതാണ് പ്രിയ രചനങ്ങളെ, നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ ഓട്ടത്തെ നിർത്തുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ ഒരു തന്ത്രവും ഫലിക്കുകയില്ല. എപ്പോൾ ക്രിസ്തുവിന്റെ കൂടെ നാം ഓടുമ്പോൾ, ക്രിസ്തുവിന്റെ ആ ട്രാക്കിൽ നാം ഓടുമ്പോൾ, പിശാച് എത്ര തന്നെ തന്ത്രങ്ങളും പരിശ്രമങ്ങളും നടത്തിയാലും അവന്റെ തന്ത്രങ്ങൾ ഒന്നും ഫലിക്കുകയില്ല. അതെ, നാം നമ്മുടെ വിരുദ് പ്രാപിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഓട്ടം അത് സ്ഥിരതയോടെ തന്നെ ആയിരിക്കും. യേശുവിൽ നോക്കി ഓടിയ ആരും ഇന്നേ നാൾ വരെ ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവജനങ്ങളെ, അവൻ ഭാരം കൊണ്ടിടും, പ്രയാസങ്ങളൊക്കെ അവൻ കൊണ്ടിടും. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും ഹല്ലേലൂയ, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർ അവർ കഴുകനെ പോലെ അവർ കുതിച്ചുയരും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. തളർച്ചയുടെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ഭാരങ്ങൾ പേറിയിരിക്കുകയായിരിക്കാം. എങ്കിലും യഹോവയെ ഒരു ജനമുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. ഇതാ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, യഹോവയെ അന്വേഷിക്കുന്ന ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. കാരണം നമ്മുടെ മുൻപിൽ നമുക്ക് വേണ്ടി പ്രതിവാദം ചെയ്യുന്നത് ഒരു മനുഷ്യനല്ല, ഒരു ഈ ലോകത്തെ അഡ്വക്കേറ്റോ ഈ കോടതിയിലെ ആരുമല്ല. നമുക്ക് വേണ്ടി വാദിക്കുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു നമ്മെ അന്ത്യത്തോളം നടത്തുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവജനം കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവയെ അന്വേഷിക്കുന്നവർ, യഹോവയുടെ മുഖം നോക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. പ്രിയരെ, നമ്മുടെ ഓട്ടം നാം സ്ഥിരതയോടെ ഓടുക. ക്രിസ്തുവിൽ നാം ഓടണമെങ്കിൽ, ക്രിസ്തുവിൽ നാം അടുത്ത് ചേരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പലപ്പോഴും ഇതൊക്കെ ഒരു പെരിഫറലായിട്ട് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. ഓടണം, സ്ഥിരതയോടെ ഓടണം, ഇതൊക്കെ പറയുവാൻ എളുപ്പമാണ്. പക്ഷേ എങ്ങനെ സാധിക്കും? ഹൗ ഇറ്റ് വിൽ ബി പോസിബിൾ? വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ് പ്രിയ ദൈവജനങ്ങളെ. അതിന്
പഴയ പുസ്തകത്തിൽ തന്നെ ന്യായപ്രമാണ പുസ്തകങ്ങളൊക്കെ നമുക്ക് അതിനുള്ള ഒരു ഗൈഡൻസ് തരുന്നുണ്ട്. സങ്കീർത്തന പുസ്തകങ്ങളിലും വിളിച്ചു പറയുന്നുണ്ട്, നാം ക്രിസ്തുവിൽ വളരണമെങ്കിൽ, ക്രിസ്തുവിൽ നാം ഫലം കായ്ക്കണമെങ്കിൽ അതിന് നാം ചെയ്യേണ്ടുന്ന പ്രധാന കാര്യമാണ് നാം ക്രിസ്തുവിൽ ആദ്യം വേരൂന്നണം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നാം വേരൂന്നണം. ക്രിസ്തുവിൽ വേരൂന്നിയാൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ക്രിസ്തുവിൽ നാം വേരൂന്നണം. 1-ാം സങ്കീർത്തനക്കാരൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നമ്മുടെ വേരത് ക്രിസ്തുവിൽ ഊന്നിക്കഴിഞ്ഞാൽ, ക്രിസ്തുവിലോളം നമ്മുടെ വേര് ഇറക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇല വാടുവാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം എന്തറിയാമോ? അവൻ നട്ടിരിക്കുന്നത് എവിടെയും വരണ്ട പ്രദേശത്തല്ല, അവനെ നട്ടിരിക്കുന്നത് ആറിന്റെ അരികത്താണ്. രാത്രികാലം എന്നെ ഒന്ന് നടുവാൻ, നമ്മെ തന്നെ നടുവാൻ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആറ്റിന്റെ അരികത്ത് നാം നടണം. സ്ഥിരതയോടെ ഓടണമെങ്കിൽ നമുക്ക് എനർജി ആവശ്യമാണ്. എനർജി ഇല്ലാതെ ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന വ്യക്തിക്ക് ഓടുവാൻ സാധിക്കുകയില്ല. എനർജി വേണം. എവിടെ നിന്ന് വരണം? ഉയരത്തുനിന്നുള്ള എനർജിയാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയോടെ നാം വാഞ്ചിച്ചാട്ടെ. ഉയരത്തിലെ ശക്തി അത് നമുക്ക് ആവശ്യമാണ്. ഉയരത്തിലെ ശക്തി ഇല്ലാതെ ഈ ഓട്ടക്കളം ഓടി നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയ ജനങ്ങളെ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കണം. ഹല്ലേലൂയ. അതേ പ്രിയരെ, ആറ്റരികത്ത് നട്ട വൃക്ഷം അത് എപ്പോഴും അതിന് വെള്ളം ലഭിക്കും. ഹല്ലേലൂയ. കാരണം എന്താ അറിയാമോ? ആറ്റിൽ അതിനുള്ള ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് വെള്ളം. അവന്റെ വേര് ഇറക്കണം എന്നുള്ളത് ആ വൃക്ഷത്തിന്റെ ചുമതലയാണ്. പ്രിയ ദൈവജനങ്ങളെ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ജനങ്ങൾ, നമ്മുടെ വേരത് ആറ്റിലേക്ക് ഇറക്കിയാട്ടെ. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ക്രിസ്തുവിലേക്ക് ആ വേരിനെ ഇറക്കി ആ ജീവനുള്ള നദിയിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ഭക്ഷിക്കുന്ന ദൈവജനങ്ങളെ ഒന്ന് ഉറപ്പോടെ പറയാമോ? എനിക്ക് എന്റെ വേര് ക്രിസ്തുവിലേക്ക് ഒന്ന് ഇറക്കണം. ആഴത്തിൽ ക്രിസ്തുവിൽ എന്റെ വേരിറക്കി. ഹല്ലേലൂയ. അതെ, ഈ നട്ടിരിക്കുന്നത് വെറുതെയല്ല, അത് ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. വെറുതെ നട്ടതല്ല. പ്രിയ ദൈവജനങ്ങളെ, എന്നെ കേൾക്കുന്ന ഓരോ ദൈവജന വിളിച്ചു പറയുകയാണ്, നമ്മെ ദൈവം നട്ടതെങ്കിൽ നമ്മെ നട്ടത് വെറുതെയല്ല. നമ്മിൽ ഫലം അവൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മിൽ ഫലം പുറപ്പെടുവിക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഓട്ടം അത് സ്ഥിരതയോടെ ഓടി ആ ജീവ കിരീടം പ്രാപിക്കണമെന്ന് നമ്മുടെ ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, നമ്മുടെ ഓട്ടം അത് വെറുതെ ആയി പോകരുത്. നാം ഫലമില്ലാത്തവരായി പോകരുത്. ഈ ഭാരങ്ങളും പാപങ്ങളും നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്ത രീതിയിലായി പോകരുത്. ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥിച്ചേ, നമ്മുടെ വേരത് ക്രിസ്തുവിൽ അത് ആഴത്തിൽ ഇറങ്ങണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ആഴത്തിൽ ഊന്നിറങ്ങിയ ആ വൃക്ഷത്തിന് ഫലം കൊടുക്കാതിരിക്കാൻ സാധിക്കത്തില്ല. അതിൽ ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. കാരണം എന്നറിയാമോ? അതൊരു ഓട്ടോമാറ്റഡ് പ്രോസസ്സാണ്. വെള്ളമുണ്ടോ, പ്രകാശമോ അതിൽ ഉദിച്ചിട്ടുണ്ടോ, അവിടെ ആ ഇല പച്ചയായിരിക്കും. അതിൽ ഒരു നല്ല വിത്തായിരുന്നുവെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കും. ഹല്ലേലൂയ. ഒന്ന് മാത്രം, വേര് ആഴത്തിൽ ഇറങ്ങിയിരിക്കണം. വേരിലൂടെയുള്ള ജലം അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനങ്ങൾ സകല കാര്യങ്ങളെ മാറ്റിവെച്ച് ക്രിസ്തുവിൽ വേരിറക്കുവാൻ ഇന്ന് രാത്രിയിൽ ഈ സകല സമയത്തെ ഒരുക്കി മാറ്റി വന്നിരിക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, കർത്താവ് നാം നട്ടത് വെറുതെയല്ല. നാം ഇവിടെ വന്നിരിക്കുന്നത് വെറുതെയല്ല. നാം ക്രിസ്തുവിൽ വേരൂന്നുവാനാണ് വന്നിരിക്കുന്നത്. ക്രിസ്തുവിൽ വേരൂന്നിയ വൃക്ഷം അത് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. അതിന്റെ ഫലം അത് അനേകർക്ക് ബ്ലെസ്സിംഗ് ആവും. ആ വൃക്ഷത്തിന് ബ്ലെസ്സിംഗ് ആയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കടന്നു വന്നാലും ഈ മരം വീഴത്തില്ല. കാരണം എന്തെന്നറിയാമോ? അതിൽ വേരിൽ നല്ല വെള്ളമുണ്ട്, അതിന് ഊർജമുണ്ട്, അത് നല്ല ബലമുള്ളതാണ്. എന്തെന്നറിയാമോ? അത് ജീവന്റെ നദിയിൽ നിന്ന് കുടിച്ചതാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, ജീവന്റെ നദിയിൽ നിന്ന് കുടിച്ച ജനം ഇന്ന് രാത്രിയിൽ ഭാരങ്ങൾ കയറുമ്പോൾ, പ്രയാസങ്ങൾ കയറി വരുമ്പോൾ ഭാരപ്പെടേണ്ട കാരണം എന്തെന്നറിയാമോ? ജീവനദിയുടെ ജലം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. യേശുവിന്റെ തേജസ് അത്രേ നമ്മിൽ പ്രകാശിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. പ്രിയ ദൈവജനങ്ങളെ, മടുത്തു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ക്രിസ്തുവിന് വേണ്ടി നാം ഉറച്ചു നിൽക്കണം. ഇന്ന് രാത്രിയിൽ നാം ഉറപ്പിച്ച് നാം കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ ക്ഷീണിക്കുകയില്ല. പിശാചിനോട് എതിർത്ത് പറഞ്ഞേ, പിശാചേ, നിനക്ക് എന്നെ തളർത്താൻ സാധിക്കത്തില്ല. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ഓടുന്നത് ക്രിസ്തുവിന്റെ ട്രാക്കിലാണ് എന്ന് ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ വിളിച്ച് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. വചനത്തിൽ വേരൂന്നിയാൽ പിശാചിന്റെ ഒരു തന്ത്രവും ഫലിക്കുകയില്ല. യേശു ക്രിസ്തു തന്നെയാണ് നമുക്കതിനുള്ള മുൻമാതൃക. വചനത്തിൽ വേരൂന്നി യേശു മറുപടി പറഞ്ഞപ്പോൾ പിശാച് അവനെ വിട്ടുപോയി.
നമ്മുടെ വേര് ഇന്ന് രാത്രിയിൽ തീരുമാനമെടുക്കാം. പരിശുദ്ധാത്മാവേ, വേര് വചനത്തിൽ എനിക്ക് ആഴത്തിറക്കണം. ജീവന്റെ നദിയിൽ നിന്ന് ഞാൻ കുടിക്കണമെന്ന് ഇന്ന് രാത്രിയിൽ വാഞ്ചിച്ചാട്ടെ. ഹല്ലേലൂയ. മത്തായി 4:10-11 നമുക്കത് കാണുവാൻ സാധിക്കുന്നത്. വചനമായി വ്യാപരിച്ചപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. കഴിഞ്ഞില്ല പ്രിയരെ, വചനമായി വ്യാപരിച്ചപ്പോൾ പിശാച് വിട്ടുപോയത് മാത്രമല്ല, യേശുവിന്റെ അരികിൽ ദൂതന്മാർ ഇറങ്ങി വന്ന് ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു എന്നവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ വേരൂന്നി വളർന്നിരിക്കുന്ന ദൈവവൈതലെ, നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഉയരത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വന്ന് നമ്മെ ശുശ്രൂഷ ചെയ്യും. ഹല്ലേലൂയ. എങ്ങനെ? ക്രിസ്തു നമുക്ക് കാണിച്ചെന്ന മാതൃക പോലെ വചനത്തിൽ വേരൂന്നി നമ്മുടെ ഓട്ടം അത് സ്ഥിരതയോടെ ഓടുമെങ്കിൽ, ക്രിസ്തു എന്ന തലയോളം വളരുമെങ്കിൽ, ഹല്ലേലൂയ, ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, സാത്താനെ, നീ എന്നെ വിട്ടുപോ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ധൈര്യത്തോടെ പറഞ്ഞാൽ, സാത്താനെ, എന്നെ വിട്ടുപോകും. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ കർത്താവ് നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ഡിസൈൻമെന്റ് സ്പിരിറ്റ്. നാം ഡിസൈൻ ചെയ്യണം. സാത്താന്റെ ഏത് തന്ത്രം കടന്നു വന്നാലും പറയണം, പിശാചേ, എന്നെ വിട്ടുപോ. ഹല്ലേലൂയ. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ പിശാചിന്റെ മെയിൻ തന്ത്രമാണ് ഈ മനസ്സിൽ ഭാരം കൊണ്ടിടുക എന്നുള്ളത്, ആൻസൈറ്റി, ഡിപ്രഷൻ കൊണ്ടിടുക എന്നുള്ളത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ലോൺലെസ്സിലേക്കുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകണമെന്ന് ആഗ്രഹിപ്പിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അഭിഷേകം പ്രാപിച്ച ദൈവത്തിൽ പറഞ്ഞ്, സാത്താനെ, നീ എന്നെ വിട്ടുപോ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയണം. ദൈവത്തിന്റെ അരികിൽ ഇരിക്കുന്ന പൈതലായതുകൊണ്ട് തന്നെ വിളിച്ചു പറയാം, സാത്താൻ അത് നമ്മെ വിട്ടുപോകും. ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യം അത് നമ്മോട് കൂടെയുണ്ട്. വചനത്തിന്റെ ശക്തിയെ ഈ നാളുകളിൽ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ വചനത്തിന്റെ ശക്തിയെ നാം അത് മനസ്സിലാക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അത് എടുത്ത് ഉപയോഗിക്കുവാൻ, എക്സാക്ട്ലി നമുക്ക് അതിനെ എടുത്ത് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാതെ പോകും. ഈ നാളുകളിൽ വചനത്തിൽ കൂടെ തന്നെ വചനമായി വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അത് നമ്മെ വിട്ടു മാറിപ്പോകും. ഹല്ലേലൂയ. ഞാൻ അതിനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായ ശിഷ്യനും അപ്പോസ്തലുമായിരുന്ന പത്രോസ്. ഹല്ലേലൂയ. അവൻ വലിയ പറയത്തക്ക രീതിയിലുള്ള മഹാനോ അല്ലെങ്കിൽ അവന് വലിയ കാര്യങ്ങളോ ഒന്നും പറയുവാനില്ല. ഒരു സാധാരണ മുക്കുവനായിരുന്ന, അല്ലെങ്കിൽ വല വീശി മീൻ പിടിച്ച് മീനിനെ മാർക്കറ്റിൽ വിറ്റ് വരുമാനം കണ്ടിരുന്ന ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. എന്നാൽ പത്രോസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് അത് ഒരു ദൈവത്തിന്റെ ഒരു ഡയറക്റ്റ് ഇന്റർവെൻഷൻ ആയിരുന്നു. നമുക്കറിയാം, അത് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. പത്രോസ് അന്ന് അവിടെ വല കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ യേശു ആ പടകിന്റെ അരികിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. അവിടെയാണ് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്. പത്രോസിന്റെ പടക് അന്ന് അവിടെ ശൂന്യമായിരുന്നു. ഹല്ലേലൂയ. എങ്കിലും ആ ശൂന്യമായ പടകിന്റെ അരികിലേക്ക് യേശു കടന്നു വന്നു. ആ ശൂന്യമായ പടകിനെ യേശു നോക്കി പറഞ്ഞു, നീ ഒരു വാക്ക് എന്നെ അനുവദിക്കുമെങ്കിൽ ഞാൻ നിന്റെ പടകിലേക്ക് കയറാം. ഹല്ലേലൂയ. അന്ന് ആ വാതിൽക്കൽ നിന്ന് യേശു മുട്ടി. ഹല്ലേലൂയ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേൾക്കുവാൻ തയ്യാറാണോ എന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അതേ ആ ഒരു ഇന്റർവെൻഷൻ പത്രോസിന്റെ ഹൃദയത്തിലും അന്ന് വ്യാപരിച്ചു. പത്രോസ് പറഞ്ഞു, അതെ, ഞാൻ നിനക്ക് വേണ്ടി പടക് വിട്ടുതരാം. ഹല്ലേലൂയ. ആ പടകിലേക്ക് യേശു അന്ന് കയറുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അനേകർക്ക് ബ്ലെസ്സിംഗ് ആയി മാറിയ പടക് അന്ന് തന്നെ. ഹല്ലേലൂയ. എന്നാൽ അവനോട് പറഞ്ഞു, നീ അല്പം കൂടെ നിന്റെ പടകിനെ ഒന്ന് അനക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ സ്റ്റാൻഡ് വിട്ടിട്ട്, അല്ലെങ്കിൽ നമുക്കുണ്ടായിരിക്കുന്ന ഈ പ്രൗഢി വിട്ടിട്ട് പലപ്പോഴും നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ഒന്ന് അനങ്ങുവാൻ, അല്ലെങ്കിൽ ഒരു സ്ഥാനം മാറ്റുവാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നു. പരിശുദ്ധാത്മ നമ്മൾ ഓർപ്പിക്കുകയാണ്, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ചില സ്റ്റാൻഡുകൾക്കൊക്കെ മാറ്റമുണ്ടാവും. എങ്ങനെയാണ്? നാം ഉറച്ചു നിൽക്കുന്ന ചില സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ, അത് ക്രിസ്തു ഇന്ന് രാത്രിയിൽ പൊളിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ആ ശൂന്യമായ ബോട്ടിനെ നിറയ്ക്കുവാൻ ക്രിസ്തു ആഗ്രഹിച്ചത് കൊണ്ടാണ് ആ സ്ഥാനം ഒന്ന് അനക്കാൻ പറഞ്ഞത്. പിന്നെയും ചോദിക്കുകയാണ്, നീ ഈ പടകിനെ ഒന്ന് ആഴത്തിലേക്ക് കുറച്ചുകൂടെ കൊണ്ടുപോകാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് പത്രോസ് ആഴത്തിൽ കുറച്ചും കൂടെ അവന്റെ പടകുമായി യേശുവിന്റെ കൂടെ അവൻ കടന്നു ചെന്നു. ഹല്ലേലൂയ. അവൻ ആഴത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ യേശു പറഞ്ഞു, നീ വലയൊന്ന് ഇറക്ക്. ഹല്ലേലൂയ. അവൻ ആദ്യം പറഞ്ഞിരുന്നു, നാഥാ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഹല്ലേലൂയ. ആഴത്തിൽ കടന്നു ചെന്ന പത്രോസ് ഇതാ യേശുവിന്റെ വാക്കിനെ കേട്ട് അവൻ വലയിറക്കി. പെരുത്ത മീൻകൂട്ടം കിട്ടി. ഹല്ലേലൂയ. അന്ന് യേശു പറഞ്ഞ വാക്കിനെ
അവൻ കേട്ടു, അവൻ അനുസരിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ഇവനെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, യേശുവിന്റെ വാക്കിനെ ഇന്ന് രാത്രിയിൽ പത്രോസ് ആ ഒരു മൂടനെ പോലെ അവൻ കേട്ടനുസരിച്ചതുപോലെ ഇന്ന് രാത്രി നമ്മോട് പരിശുദ്ധാത്മ പറയുകയാണ്, ഈ വചനത്തിന്റെ ശക്തിയെ യഥാർത്ഥമായി മനസ്സിലാക്കിയ നാം, യേശു പറഞ്ഞ വാക്കിനെ യഥാർത്ഥമായി നാം ഇന്ന് ഇറക്കുമെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കും. ആഴത്തിൽ കുറച്ചും കൂടെ വചനത്തിന് ഡീപ്പറായിട്ട് കടന്നു ചെന്നേ ഹല്ലേലൂയ, അവിടെ നീ ഒന്ന് വലയിറക്കിയേ പെരുത്ത മീൻകൂട്ടം പത്രോസ് ലഭിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലും പെരുത്തമായ ആ ഒരു അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്സ് കടന്നു വരും. എങ്ങനെ, എന്തിനു വേണ്ടിയിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പത്രോസിന്റെ പടക് അവിടെ നിറഞ്ഞു. പത്രോസിന്റെ പടക് ഫുൾ ആയിരിക്കുകയാണ്. അവൻ രാത്രി മുഴുവനും അധ്വാനിച്ചത് ഈ പടക് നിറയ്ക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പോൾ ഇതാ യേശു അവന്റെ പടകിൽ കയറി വന്നു. യേശു പടകിൽ കയറി വന്നു, അവന്റെ പടക് നിറച്ചു. പടക് നിറച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ മനസ്സിലാക്കുകയാണ്, ഇത് നാഥനല്ല, ഇത് കുരിയോസാണ്, ഇത് കർത്താവാണ്, എന്റെ മേൽ കർത്തൃത്വം നടത്തുന്ന എന്റെ കർത്താവാണ് ഈ പടകിൽ കയറിയത്. ഹല്ലേലൂയ. നാഥ എന്ന് വിളിച്ചവൻ അവൻ കർത്താവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആഴത്തിൽ അവൻ കടന്നു ചെന്ന് ആ ആഴത്തിൽ യേശുവിന്റെ വാക്കിനെ, യേശുവിന്റെ വചനത്തെ അവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലായി, കർത്താവ് എന്റെ മേലൊരു കർത്തൃത്വം നടത്തുന്നുണ്ട്, യേശു എന്റെ മേൽ ഒരു കർത്തൃത്വം നടത്തുന്നുണ്ട്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നമ്മുടെ മേൽ കർത്താവ് കർത്തൃത്വം നടത്തുന്നുണ്ട്. ശൂന്യമായ പടകുകളെ നിറയ്ക്കുവാൻ എന്റെ യേശു ശക്തനാണ്. ആ പടകിനെ അന്ന് രാത്രി, അന്ന് പകലിൽ അവൻ നിറച്ചു. ഹല്ലേലൂയ. എന്നാൽ പത്രോസ് കണ്ടത് ആ നിറവിനെ അല്ല. ഹല്ലേലൂയ. എത്ര മനസ്സിലാകുന്നുണ്ട്? ആ നിറവിനെ അല്ല പത്രോസ് കണ്ടത്. പത്രോസ് കണ്ടത് യേശുവിന്റെ മുഖത്താണ്. യേശുവിന്റെ മുഖത്തിൽ അവൻ തേജസ്സിനെ കണ്ടു. ഇവൻ സാധാരണ ഒരു മനുഷ്യനല്ല, ഇവൻ സാധാരണ ഒരു വ്യക്തിയല്ല, ഇവൻ കർത്താവാണ്, ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവാണെന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ ആഴത്തിൽ ഇറങ്ങി ചെന്ന ദൈവജനങ്ങളെ, ഭാരവും പാപവും പേറി ഓടുന്ന ദൈവജനമായ ഹല്ലേലൂയ, പാപത്തെ ഇറക്കി വെച്ച് സ്ഥിരതയോടെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പറ, ഇനി ഞാൻ ഇതിനു വേണ്ടി അല്ല ഓടുവാൻ പോകുന്നത്, എന്റെ യേശുവിനെ അനുഗമിക്കുവാൻ പോവുകയാണ്. പത്രോസ് എന്ന് പറഞ്ഞു, സകലത്തെയും ഞാൻ വിട്ടു, എന്റെ പടക് നിറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഇതിനു വേണ്ടിയിട്ടാ. പക്ഷേ ഞാൻ ഇന്ന് പറയുക, എനിക്ക് അതല്ല പ്രാധാന്യം. എന്റെ പ്രാധാന്യം എന്റെ യേശുവിനെ പിൻപറ്റുക എന്നുള്ളതാണ്. കാരണം ഞാൻ ഇതുവരെ അന്വേഷിച്ചത് മീനുകളെയായിരുന്നു. എന്നാൽ യഥാർത്ഥമായ ക്രിസ്തു ഇതാ എന്റെ മുമ്പിലുണ്ട്. ഞാൻ ക്രിസ്തുവിനെ ുള്ള നാളുകൾ ഞാൻ എന്റെ ക്രിസ്തുവിനെ മാത്രം നോക്കി ഞാൻ ഓടുമെന്ന് അന്ന് പത്രോസ് തീരുമാനമെടുത്തു. ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. എങ്ങനെ? ഹല്ലേലൂയ. അവിടെ നമുക്ക് രണ്ടാം വാക്യം കാണുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കി ഓടുക. ഹല്ലേലൂയ. പ്രിയ ദൈവജനങ്ങളെ, ക്രിസ്തുവിനെ നാം അന്വേഷിക്കുക. ക്രിസ്തുവിന്റെ സ്ഥാനം എവിടെ നിൽക്കുകയാണ്? ഇപ്പോൾ നാം ഒരു പക്ഷേ ആരാധനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? ഹല്ലേലൂയ. യഥാർത്ഥമായി കാണുന്നുണ്ടോ? പാളയത്തിന് പുറത്തേക്ക് നോക്ക്, അവനുണ്ട്. എബ്രായർ ലേഖനം വിളിച്ച് പറയുകയാണ്, പാളയത്തിന് പുറത്ത് നിന്ന് ചുമന്നും കൊണ്ട് നാം പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കിലേക്ക് ചെല്ലുക. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവേ, പാളയത്തിന് പുറത്ത് യേശുവിന്റെ അരികിലേക്ക് ഈ ലോകത്തിലെ സകല മാനങ്ങളെയും ഈ ലോകത്തിലെ സകല പ്രീതികളെയും ഞാൻ വെടിഞ്ഞ് യേശുവിന്റെ അരികിലേക്ക് വരികയാണ്. എന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഇന്ന് രാത്രികാലം ആ ദൂതിനെ മനസ്സിലാക്കി ജനങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എന്റെ ദൈവം, എന്റെ യേശു എന്റെ കൂടെയുണ്ട്. ആ നിന്ദകളൊക്കെ ഞാൻ മറന്ന്, ഈ ലോകത്തിലെ ഭാരങ്ങളെയൊക്കെ മറന്ന് ആ വിരുദ് പ്രാപിക്കുവാൻ എന്റെ ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടുമെന്ന് ഇന്ന് രാത്രികാലം എത്ര പേർ പറയും? വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. വിശ്വാസത്തോടെ പറയുമെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേലുണ്ട്. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അന്ത്യത്തോളം നമ്മെ നടത്തുവാൻ അവൻ ശക്തനാണ്. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതേ ക്രിസ്തുവിന്റെ കൂടെ ഓടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തു നമ്മെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. നമ്മുടെ ഓട്ടം അത് അവൻ അന്ത്യത്തോളം പൂർത്തീകരിക്കുവാൻ അവൻ സഹായിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഒരു നിമിഷം എന്നോട് ചേർന്ന് പാടാമോ? നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം,
നീ എന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവനാമവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നേരം സമയം അനുവദിച്ചു തന്ന കർത്തൃദാസരും ദേവസഭയോടും നന്ദി ഓർപ്പിക്കുന്നു. ദൈവനാമവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജോൺ. അനുഗ്രഹീതമായ ദൈവികാലോചന ഇന്ന് രാത്രിയിൽ നമുക്ക് തരുവാൻ കർത്താവിന്റെ ദാസനെ ഒരുക്കി ദൈവത്തെ സ്തുതിക്കുന്നു.